നമസ്കാരം. ജോണീസ് കിച്ചണിലെ ഫിഷ് കറി, അങ്കമാലി ഫിഷ് കറി ഭയങ്കര വൈറലായ സ്ഥിതിക്ക് ഒരു പുതിയ ഐറ്റം ഇടാമെന്ന് വെച്ചു. ഇത് എന്താ പറയുക, കൽത്തപ്പം. കൽത്തപ്പം എന്ന് പറഞ്ഞാൽ നമ്മുടെ കോഴിക്കോട് നമ്മുടെ ചായക്കടയിൽ കിട്ടുന്ന കൽത്തപ്പമല്ല, നമ്മുടെ അങ്കമാലി എറണാകുളം സൈഡിലൊക്കെ വ്യാഴാഴ്ച ഉണ്ടാക്കുന്ന ഒരു വിഭവമാണ്, ഒരു ഐറ്റമാണ്. വളരെ എളുപ്പമായിട്ട് ഉണ്ടാക്കാവുന്ന ഒരു പരിപാടിയാണ് കൽത്തപ്പം എന്ന് അതിന് പറയും. അതിനുള്ള ഇൻഗ്രീഡിയൻസ് വളരെ കുറച്ച് സാധനങ്ങളുള്ളൂ. ഒന്ന് നമ്മുടെ ചുമന്നുള്ളി, ചെറിയ ഉള്ളി ഉണ്ടല്ലോ, ചുമന്നുള്ളീനെ ഒരു ഏകദേശം ഒരു 30 എണ്ണം ഉണ്ട്. അത് ചെറുതായിട്ട് അരിഞ്ഞു വയ്ക്കുക. പിന്നെ നമ്മൾ തേങ്ങാക്കൊത്ത്, ഈ തേങ്ങാക്കൊത്ത് വാങ്ങിച്ചിട്ട്, ഞാൻ വാങ്ങിച്ചതെന്ന് വെച്ചാൽ ഇവിടെ ഈ സബ്ജി മണ്ടിയിൽ നിന്ന് കിട്ടുന്ന ഡെയിലി ഡിലൈറ്റിൻ്റെ ഇത് വാങ്ങിച്ചിട്ട് അതിൻ്റെ ഒരു ഒരു 3/4 എടുത്തു. ഞാൻ ഈ ഒരു 400 ഗ്രാമിൻ്റെ ഒരു സാധനം വാങ്ങിച്ചിട്ട്, അത് അല്ലെങ്കിൽ ഏകദേശം ഒരു ഇത്ര എടുക്കുക. ഒരു ഗ്ലാസ് എന്ന് വെച്ചാൽ ഒരു 1.5 കപ്പ് കാണും അത് അരിപ്പൊടി, വറുത്ത അരിപ്പൊടി. ആൻഡ് ഇത് ഇച്ചിരി ഒരു നമ്മൾ 2/3 ഗ്ലാസ് ഇതെടുത്തിട്ടുണ്ട്. എന്താണ്, നമ്മുടെ ഉഴുന്ന് അരച്ചതാണ്. പിന്നെ ഈ സാധനമാണ് നമ്മൾ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ഇതൊന്ന് അരിയണം, കാരണം ഇത്രയും വലുപ്പത്തിലായിരിക്കും ഇത് കിട്ടണം. അപ്പോൾ നമുക്ക് ഈ ഒരു ഷേപ്പിലാണ് കിട്ടേണ്ടത്. അപ്പോൾ അങ്ങനെ ഒരു ഞാൻ പറഞ്ഞ പോലെ ഈ വ്യാഴാഴ്ച ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് ഈ കൽത്തപ്പം എന്ന് പറയുന്ന സാധനം. നസ്രാണികളെ സംബന്ധിച്ചിടത്തോളം ഇത് ഹോളി വീക്ക് എന്ന് പറയും, അല്ലെങ്കിൽ പച്ച മലയാളത്തിൽ പറഞ്ഞ വലിയ ആഴ്ച. വലിയ ആഴ്ച എന്ന് പറഞ്ഞാൽ എനിക്ക് ചെറുപ്പത്തിൽ വളരെ താല്പര്യമുള്ളൊരു സമയമാണ്. വേറെ ഒന്നുകൊണ്ടല്ല, ആകെ നമ്മൾ പള്ളിയിൽ ആഴ്ചയിൽ എന്നും പള്ളിയിൽ പോക്കാണ് പരിപാടി. പള്ളിയിൽ തന്നെ ഓരോ ദിവസവും ഓരോ ഡ്രമാറ്റിക് പരിപാടികളാണ്. ഓശാന ഞായറാഴ്ച തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓശാന ഞായറാഴ്ച കുരുത്തോലം പിടിച്ചിട്ട് പ്രദക്ഷിണം, അതൊരു സംഭവമാണ്. പിന്നെ വ്യാഴാഴ്ച നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഈ എന്താ പറയുക, മോണ്ടി തേഴ്സ്ഡേ അല്ലെങ്കിൽ ഹോളി തേഴ്സ്ഡേ. ജീസസ് ക്രൈസ്റ്റ് ശിഷ്യന്മാരുടെ കാല് കഴുകുന്ന ഒരു പരിപാടിയുണ്ട്. അന്ന് തന്നെയാണ് ഈ അപ്പം കൊടുക്കുന്ന കേസും. അപ്പോൾ ഈ കാല് കഴുകലും അതൊരു നല്ലൊരു രസമായ പരിപാടിയാണ്. ശിഷ്യന്മാരുടെ കാല് കഴുകുന്നത്, കുറച്ച് പേര് ശിഷ്യന്മാരായിട്ടിരിക്കും, ചിലപ്പോൾ നമുക്കൊക്കെ ശിഷ്യന്മാരായിട്ടിരിക്കാൻ പറ്റും. അച്ഛൻ നമ്മുടെ കാല് കഴുകുന്നൊരു രസമായ പരിപാടിയാണല്ലോ. പിന്നെ ദുഃഖവെള്ളിയാഴ്ചത്തൊരു സംഭവം, ഉച്ച കഴിഞ്ഞ് നമ്മൾ പരിഹാര പ്രദക്ഷിണം, വിലാപയാത്ര എന്നൊക്കെ പറഞ്ഞ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് നല്ല രസമാണ്. ലോറിയിലൊക്കെ ടാബ്ലോസൊക്കെ ആയിട്ട് പോവും. അങ്ങനത്തെ അതൊരു രസം. അത് കഴിഞ്ഞാൽ അവസാനം ഈസ്റ്ററിന് അതിലും മുകുനുപള്ളിയിൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ചാടയാണ്. കാരണം ഒരു സ്റ്റേജിൽ ഉയർപ്പ് വളരെ ഡ്രമാറ്റിക്കായിട്ടൊക്കെ കാണിച്ച് 2 പട്ടാളക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കും. പിന്നെ അവസാനം വെടിയും പുകയൊക്കെ ആയിട്ട് യേശു ക്രിസ്തു ഉയർത്തെണീക്കുന്ന ഒരു സംഭവം. അത് കഴിഞ്ഞ് 3 അങ്ങാടിയിൽ പ്രദർശനം, ബാൻഡ്, ടാബ്ലോ ഒക്കെ ഒരു സംഭവമാണ്. അപ്പോൾ അതൊക്കെ വയ്ക്കുമ്പോൾ നമുക്കിതൊക്കെ ഒരു ഓർമ്മയാണ്. പക്ഷെ അതൊരു സൈഡ് മാത്രമാണ്. മെയിൻലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഭക്ഷണം കിട്ടുന്ന ഒരു വീക്ക് കൂടി ആണ് ഓശാന ഞായറാഴ്ച. അറിയാമല്ലോ, ഈ നമ്മുടെ ഓശാന ഞായറാഴ്ച ഉള്ളത് കൊഴുക്കട്ട. വ്യാഴാഴ്ച ഞാൻ ഈ ഉണ്ടാക്കാൻ പോണ ഒരു അപ്പം, വേറൊരു പാലെന്ന് പറയുന്ന സംഭവം. ദുഃഖവെള്ളിയാഴ്ച നല്ല ഓണസദ്യ പോലത്തെ, അന്ന് എന്താ പറയുക, ഫാസ്റ്റിംഗ് ആണ്. ഉച്ചയ്ക്ക് പക്ഷേ ഒരു ഓണസദ്യ പോലത്തെ പച്ചക്കറി സദ്യ വിഭവം. പിന്നെ ഈസ്റ്ററിന് നമ്മൾ ഇത് തന്നെ നോയമ്പ് വിടുന്നതനുസരിച്ചിട്ട് നല്ല ഇറച്ചി മീനൊക്കെ കഴിക്കും. അപ്പം അങ്ങനെ ഒരു ഭക്ഷണം നന്നായിട്ട് നടക്കുന്ന ഒരു സീസൺ കൂടിയാണ്. എനിവേ, ഈ സാധനം നമുക്കിനി ഒന്ന് വറുത്തെടുക്കണം. അതാണ് ഇപ്പം അടുത്ത പ്രോസസ്സ്. അത്യാവശ്യം നമ്മുടെ തേങ്ങയുടെ ഫസ്റ്റ് റൗണ്ടാണ്. അത്യാവശ്യം ഒരു റൗണ്ട് ഓക്കെ. തേങ്ങ തന്നെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഉള്ളിയും വറുത്തെടുക്കും. എല്ലാം ഒരുമിച്ചിടാൻ കുറേ എണ്ണ ഒഴിക്കണമല്ലോ എന്ന് പറഞ്ഞിട്ട് 2 തവണയായിട്ട് ചെയ്യണം. ഉള്ളി മുരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം ഇതും കൂടി നമ്മൾ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എല്ലാം കൂടി മിക്സ് ചെയ്യാം.
ഇത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത പ്രോസസ്സിലേക്ക് കിടക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് എല്ലാ സാധനങ്ങളും. ഇതൊക്കെ മിക്സ് ചെയ്യാന്നുള്ളൂ. ഞാൻ പറഞ്ഞ പോലെ ഒരു 1.5 കപ്പ് അല്ലെങ്കിൽ ഒരു ഗ്ലാസ്സോളം, വലിയ ഗ്ലാസ്സോളം അരിപ്പൊടി അത് ഇതിനകത്തിട്ടു. പിന്നെ ഇത് ഒരു 1/2 ഗ്ലാസ്സില്ല, 1/3 മറ്റേ ഉഴുന്നരച്ചത് അതിട്ടു. ഇതിനകത്തൊരു വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്, ലൂക്ക് വാം വാട്ടർ ഇച്ചിരി ചെറുതായിട്ട് ചൂടാക്കിയിട്ട് വെച്ചാണ്. വലിയ തിളപ്പിക്കൊന്നും വേണ്ട. പിന്നെ നമ്മളൊരു ദോശപ്പാകമായിട്ട് എടുക്കുക എന്നുള്ളതാണത്. ഇച്ചിരി ഉപ്പിട്ടേക്കാം. അവസാനം നോക്കാം, തൽക്കാലം അത്ര മതി, കൂടണ്ട. ഇനി നമ്മുടെ മിക്സുകൾ കൂടി ഇച്ചിരി വെള്ളം ഒഴിച്ച് ആദ്യം വേണമെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു ശരിക്കും മിക്സ് ആക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മിക്സിയിലിട്ടൊന്ന് അരയ്ക്കാവുന്നതാണത്. അതാണ് അതിൻ്റെ ഇച്ചിരി കൂടി ഒരു ഈ ചെറിയ കട്ടകളൊക്കെ വേണമെങ്കിൽ ഒന്ന് പോയിട്ട് എന്നിട്ട് നമുക്ക് ബാക്കി മിക്സ് ചെയ്യാം. ഞാനതൊന്ന് മിക്സിയിൽ അടിച്ചെടുത്തു. അപ്പോൾ അതിൻ്റെ ആ ഒരു കട്ടയൊക്കെ പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ പ്രൊഫഷണലാണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ലായിരുന്നു, ഇവിടെ വെച്ച് തന്നെ ഉടക്കായിരുന്നു. ഇനി മറ്റു സാധനങ്ങളും കൂടി ഇട്ടേക്കാം. പിന്നെ നമ്മുടെ ഉള്ളിയും കൂടി ഓക്കെ. സംഭവം ഇപ്പോൾ അത്യാവശ്യം നല്ല ലുക്കായുണ്ട്. ഇങ്ങനെ ഇരിക്കും ഇത്. നമ്മളൊരു ദോശപ്പരുവത്തിന് ആക്കിയെടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതിനെ പോയിട്ട് നമ്മൾ ശരിക്കും ചട്ടിയിലേക്ക് ഇട്ട് എണ്ണ ഒഴിച്ച് ചൂടാക്കിയ ചട്ടിയിൽ ഒഴിച്ച് വറുക്കുക എന്നുള്ളതാണ് അടുത്ത പ്രോസസ്സ്. ഞാൻ ഓൾറെഡി എണ്ണ അങ്ങോട്ട് ചൂടാക്കി വെച്ചു ടൈം സേവ് ചെയ്യാനായിട്ട്. ഇച്ചിരി എണ്ണ ഒഴിച്ചിട്ടുണ്ട്. പരന്ന പാത്രമാണെങ്കിൽ ബെസ്റ്റ്. എന്നിട്ട് ഇതങ്ങോട്ട് ഒഴിക്കാം. ദോശയൊക്കെ ചുടുന്ന ഒരു പ്രോസസ്സ്. ഇത്തിരി വലുപ്പത്തിലാണ് സാധാരണ ഇത് ഉണ്ടാക്കുക. സാധാരണ ഇത്തിരി വലുപ്പത്തിലുള്ള ഒരപ്പമാണത്. നമ്മൾ എടുത്തുകൊണ്ട് ഒരു 2 വലിയ അപ്പവും ഒരു ചെറിയ അപ്പം ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. നോക്കട്ടെ ഒഴിച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കുന്നു. ഇച്ചിരിയും കൂടി ഒഴിക്കാം. ഇത് കാര്യം കൂടി ഈ സൈഡിലൊക്കെ കുളവും. ഇതിനൊരു പകുതി ഐ തിങ്ക് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഒന്ന് അടച്ചു വയ്ക്കാം. ഒന്നും കൂടി കഴിഞ്ഞാൽ ഒന്ന് ചെയ്തിട്ട്
ഇത് നടത്തും. ശരിക്കും ഇത് ഉണ്ടാക്കേണ്ട എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വറചട്ടിയിൽ വറചട്ടി എന്ന് പറയുന്ന സാധനം ഓർമ്മയുണ്ട് പണ്ട് ഉണ്ടായിരുന്നത്. അതിനകത്ത് വെച്ചിട്ട് എണ്ണയൊന്നും ഒഴിക്കാതെ ചുട്ടെടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു റിയൽ പ്രോസസ്സ്. ചുട്ടെടുക്കണമെന്ന് വെച്ചാൽ അടിയിൽ നിന്ന് നമ്മൾ സാധാരണ തീ വയ്ക്കും ഈ വറചട്ടിയിൽ ഇത് ഒഴിച്ചിട്ട്. എന്നിട്ട് മീതെന്ന് കൂടി തീ വരാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന പണ്ടത്തെ പരിപാടി എന്ന് വെച്ചാൽ മീതെ ഒരു പാത്രം വെച്ചിട്ട് അതിൽ ചകിരിയൊക്കെ വെച്ച് കത്തിച്ച് അപ്പോൾ ആ പാത്രത്തിൽ നിന്നുള്ള ആ ചൂട് താഴോട്ട് വന്ന് ആ ചൂടും താഴത്തു നിന്നുള്ള ചൂട് വന്ന് വറുത്തെടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ചുട്ടെടുക്കുക എന്നുള്ളതായിരുന്നു പഴയ പ്രോസസ്സ്. ഇതിപ്പോൾ നമ്മൾ ന്യൂ ജനറേഷൻ കൽത്തപ്പം. അത് എങ്ങനെയായാലും വലിയ കുഴപ്പമില്ല, ടേസ്റ്റിന് വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അത് അവിടെ ഇരുന്ന് റെഡി ആവട്ടെ. നമുക്കിനി ഇത് തുറക്കാം. ഞാൻ ഒരു തവണ ഇതിനെ ഒന്ന് മറച്ചിട്ടതാണ്. ഇപ്പം കാണാമല്ലോ അത് ഏകദേശം പാകമായിട്ടുണ്ട്. നമുക്ക് അതങ്ങോട്ട് ഓഫ് ചെയ്തിട്ട് എടുത്തേക്കാം. ഇതാണ് അതിൻ്റെ ഒരു ലുക്ക്. കൽത്തപ്പം പെസഹയ്ക്ക് ഉപയോഗിക്കണ കൽത്തപ്പമാണ് ഇത്. ശരിക്കും വീട്ടിലെ കുടുംബനാഥൻ പെസഹ വ്യാഴാഴ്ച വൈകുന്നേരം മുറിച്ച് വീട്ടിലുള്ളവർക്ക് ഒരു പാലിൽ മുക്കി കൊടുക്കുക എന്നുള്ളതാണ്. പാലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അരിപ്പൊടി പായസം ഉണ്ടാക്കണ പോലെ അരിപ്പൊടിയും തേങ്ങാപ്പാലും കൂടി വെച്ചിട്ട് ഒരു കുറുക്ക് ആ പാലിൽ മുക്കിയിട്ട് കുടുംബത്തിലെ മൂത്ത ആൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന മറ്റേ യേശുക്രിസ്തു ശിഷ്യന്മാർക്ക് അപ്പവും ഇതൊക്കെ കൊടുത്തു എന്നുള്ളതിൻ്റെ ഒരു ഓർമ്മയായിട്ടാണ്. അപ്പോൾ ഞാൻ സാധനം എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് നോക്കിയേക്കാം. കണ്ടിട്ട് നല്ല ലുക്കുണ്ട്. ഇനി തിന്നാൽ എങ്ങനെ ഇരിക്കുമെന്ന് ടെക്നിക്കലി നാളെ മുറിക്കാവും. പക്ഷേ ഞാൻ നേരത്തെ ഉണ്ടാക്കിയത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ട്രൈ ചെയ്യണമെങ്കിൽ ട്രൈ ചെയ്തോട്ടെ എന്ന് ഓർത്തിട്ടുള്ളൊരു ഇതായിരുന്നു. നേരത്തെ ഉണ്ടാക്കിയതൊക്കെ എൻ്റെ മുറിക്കലൊക്കെ ഇത്തിരി തറയായിട്ടുണ്ട്. മൈൻഡ് ചെയ്യണ്ട, സാധനം ടേസ്റ്റ് ഉണ്ടോ എന്ന് നോക്കാം. ഒരു നാപ്പി എടുത്തിട്ടുണ്ട്. ക്വാറൻറ്റൈൻ കാലത്ത് നാപ്കിന് ഭയങ്കര വിലയാണ്. അപ്പോൾ അതുകൊണ്ട് ഇത്തിരി സൂക്ഷിച്ച് ഉപയോഗിക്കുക. സാധനം ഞാൻ തിന്നോട്ടെ. നല്ല സൂപ്പറായിട്ട് നമ്മുടെ നാട്ടിലൊക്കെ വെച്ച് തിന്നുന്നതിൻ്റെ ഏകദേശം അത്ര കൃത്യമായിട്ടില്ലെങ്കിലും ഓൾമോസ്റ്റ് അത്ര ആയിട്ടുണ്ട്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കൂ. നസ്രാണികളും അല്ലാത്തവരും ഒക്കെ ഒരു പെസഹ വ്യാഴാഴ്ചയായിട്ട് ഈ അങ്കമാലി എറണാകുളം ഏരിയയിലുള്ള കൽത്തപ്പൊക്കെ ഉണ്ടാക്കി ഒന്ന് കഴിച്ചു നോക്കും. ഓക്കെ. ഇനി ഞാൻ ഈസ്റ്ററിന് മുമ്പായിട്ട് വേറൊരു ഡെലിക്കസി ആയിട്ട് വീണ്ടും കാണാം. ബൈ.